ഓൺലൈനായി വിത്ത് വാങ്ങിച്ച് നട്ടുണ്ടാക്കിയതാണ് ഈ അമരത്തൈകൾ. തിരക്കില്ലാതെ വളരുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ഇലയ്ക്ക് ചിത്രകീടത്തിൻ്റെ ആക്രമണം കാണാം, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് പുതിയ സൂത്രം. അതായത് കേടായി തുടങ്ങിയ വെണ്ടയുണ്ട്, അത് പറിച്ചെടുത്തു. അതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയതാണ്. അതെടുത്തിട്ട് ഒരു ചെറിയ തൂണ് പോലെ വെച്ചെടുത്തു. പിന്നെ അപ്പുറത്തൊരു പൈപ്പുണ്ട് ചുമരിൻ്റെ മുകളിൽ, മതിലിൻ്റെ മുകളിൽ. ആ പൈപ്പിലേക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നൂല് കെട്ടിക്കൊടുത്തു. പിന്നെ ഈ ചെടിച്ചട്ടിയിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, കുറേ ചുവന്ന ചീരയുണ്ട്, 1-2 ഡേറ്റ് പാം അഥവാ ഈന്തപ്പനയുടെ തൈകളും ഉണ്ട്. വേറെ ചെടിച്ചട്ടിയിലെ അമരച്ചെടികളാണ്. കൂട്ടിന് ചുവന്ന ചീരയുണ്ട്. ഇവിടെ വേറെ സൂത്രമാണ് ഉപയോഗിച്ചത്. ഇലക്ട്രിക്കൽ വയറിങ്ങിന് ഉപയോഗിക്കുന്ന അലുമിനിയം ചാനലുണ്ട്. ആ ചാനലാണ് ഇവിടെ മിച്ചം കിടക്കുന്ന, കുറച്ച് കാലമായിട്ട് വേസ്റ്റ് കിടക്കുന്നതാണ്, അതാണ് എടുത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതും അതിൻ്റെ മുകളിൽ ചാരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ അമരത്തൈകളുടെ കൂടെയുണ്ട് ചുവന്ന ചീര. ഇവിടെ വേറൊരു സൂത്രമാണ്, ഇതുവരെ പ്രയോഗിക്കാത്തൊരു സൂത്രമാണ് ഉപയോഗിക്കുന്നത്. അതായത് തൊട്ടടുത്ത് മതിൽ മുന്തിരിവള്ളി ധാരാളം പടരുന്നുണ്ട്. അപ്പോൾ മുന്തിരിവള്ളിയുടെ വള്ളി താഴേക്ക് ഇറങ്ങി വരും ചിലപ്പോൾ. അപ്പോൾ ഞാനെന്താ ചെയ്യാറ്, അത് ലെയറിങ് ചെയ്യും, കുറച്ച് ഭാഗം മണ്ണിലാക്കി കൊടുക്കും. ഇതിപ്പോൾ അതിന് വേണ്ടി കരുതി വെച്ചൊരു വള്ളിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് വേറെ സൂത്രം ചെയ്യാം. വള്ളി താഴേക്കാണ് പടരുന്നത്, എന്നാലും അതിൻ്റെ മുകളിലായിക്കോട്ടെ അമരവള്ളി. ഈ ചെടികൾ ആണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് പടർന്നാൽ നേരെ മുകളിൽ മതിലിൻ്റെ മുകളിലെത്തും. അപ്പോൾ മുന്തിരിവള്ളി അത് കഴിഞ്ഞ് കുറച്ചുകൂടെ നീണ്ടു വരികയാണെങ്കിൽ ഞാൻ ലെയറിങ് വേറെ ചെയ്യും. പക്ഷേ ഇപ്പോൾ തൽക്കാലം മുന്തിരിവള്ളിയാണ് ഞാൻ ഒരു വള്ളിയായിട്ട് ഉപയോഗിക്കുന്നത് അമര പടർത്താൻ.